ഒരു രക്ഷിതാവിനോട് കുട്ടിയെക്കുറിച്ച് പറഞ്ഞു, നിങ്ങളുടെ കുട്ടി കഞ്ചാവിന് അഡിക്റ്റാണ്. പറഞ്ഞ ആളെ ചെകിട്ടത്തൊന്ന് കൊടുത്തു. എൻ്റെ കുട്ടിയെക്കുറിച്ച് ഇല്ലാത്ത അപവാദം പറയാം. യഥാർത്ഥത്തിൽ ആ കുട്ടി ഡ്രഗ്സിൻ്റെ അഡിക്റ്റാണ് എന്ന് പാരൻസ് തിരിച്ചറിയുന്നില്ല. ഒരുപാട് കുട്ടികൾ അഫെയറിലേക്ക് പോകുന്നു, ഡ്രഗ്സിലേക്ക് പോകുന്നു, പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ പാരൻ്റ് കുടുങ്ങിക്കിടക്കുകയാണ്. ഇൻ്റർനെറ്റ് ഇല്ലാത്ത ഒരു ലോകത്ത് ജനിച്ച് ഇൻ്റർനെറ്റിൻ്റെ മടിത്തട്ടിലേക്ക് പിറന്നു വീണ കുട്ടികളെ പാരൻറ്റിങ് ചെയ്യേണ്ട ഗതികേടുള്ള പാരൻസാണ് നമ്മൾ. ഒരുപാട് വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പുതിയ കാലത്തെ കുട്ടികളെ ഡീൽ ചെയ്യാൻ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാം മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല പാരൻ്റ് ആകുമെന്നാണ് ചിലർ കരുതുന്നത്. ഫിസിക്കൽ നീഡ്സ് മാത്രം ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് നല്ല പാരൻ്റ് ആകുമോ? നിങ്ങളൊരു നല്ല പാരൻ്റ് ആണോ? നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ മക്കൾക്ക് എൻ്റെ ഉപ്പ, ഉമ്മ, അച്ഛൻ, അമ്മ നല്ല ഒരു രക്ഷിതാവാണ് എന്ന് പറയുന്നുണ്ടോ? ഹൃദയം തുറന്നുകൊണ്ട് അവർക്ക് പറയാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾ അവരുടെ റോൾ മോഡലാണോ? അവരുടെ ഇഷ്ട കഥാപാത്രമാണോ? ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണമെങ്കിൽ പാരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട വിശാലമായ ചില വിഷയങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. ഡീലിംഗ് റിലേഷൻഷിപ്പിൽ നിന്ന് എങ്ങനെയാണ് ഫീലിംഗ് റിലേഷൻഷിപ്പിലേക്ക് എത്തുക, എങ്ങനെ മക്കളെ വളർത്താം, എങ്ങനെ നല്ലൊരു പാരൻ്റ് ആവും, എൻ്റെ പാരൻറ്റിങ് മിസ്റ്റേക്ക് എന്താണ് എന്നൊക്കെ ചർച്ച ചെയ്യുന്ന ഒരുപാട് ജ്ഞാനതലങ്ങളിലൂടെ നമ്മളെ കൊണ്ടുപോകുന്ന ഒരുപാട് പദ്ധതികൾ, വീട്ടിൽ നടപ്പിലാക്കേണ്ട പദ്ധതികൾ ചർച്ച ചെയ്യുന്ന ഒരു പാരൻറ്റിങ്ങിൻ്റെ മനോഹരമായൊരു കോഴ്സാണ്, ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇത് ചെയ്യുന്നതോടുകൂടെ കുറേ ക്ലാസ്സുകൾ കേട്ട് കുറേ അറിവുകൾ മനസ്സിലാക്കി എന്നതല്ല സംഭവിക്കുക. നമുക്ക് പാരൻറ്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ട നമ്മുടെ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യേണ്ട ടൂൾസുകൾ കിട്ടുന്നു, ടെക്നിക്സുകൾ കിട്ടുന്നു, ലൈഫ് ലോങ് നമുക്ക് കൊണ്ടു നടക്കേണ്ട ഒരുപാട് നോളേജുകൾ കിട്ടുന്നു. ഇത് ചെയ്യിപ്പിക്കുകയാണ്. ക്ലാസ്സുകൾ കുറേ കേൾക്കുകയല്ല, നമ്മളെ കൊണ്ട് പ്രവൃത്തിപഥത്തിലേക്ക് കുട്ടികളെ വളർത്തേണ്ട ഒരുപാട് സംഗതികൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. ക്ലാസ് കേൾക്കുന്നതോടൊപ്പം വീട്ടിൽ നിന്ന് ചെയ്യാനുള്ള ഹോംവർക്കുകൾ ഉണ്ടാകും, ഒരുപാട് ടൂൾസുകൾ ഉണ്ടാകും. അതിലൂടെ നമ്മളിങ്ങനെ കടന്നു പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ കോഴ്സിൽ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മൾ 0 to 10 മാർക്ക് ചെയ്യുകയാണെങ്കിൽ, ഈ നിങ്ങളൊരു പാരൻറ്റിങ്ങിൽ നിങ്ങൾക്കൊരു 3 മാർക്കാണുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ക്ലാസ് തുടങ്ങിയ ഒരു സ്റ്റേജിലായിരിക്കില്ല കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾ ഉണ്ടാവുക. തീർച്ചയായും നിങ്ങൾ നിലനിൽക്കുന്ന ഒരിടത്തിൽ നിന്ന് പാരൻറ്റിങ് ഏരിയയിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷൻ സാധ്യമാക്കുന്ന, മാറ്റം കൊണ്ടുവരുന്ന, നിങ്ങളുടെ കുട്ടികൾ ആ മാറ്റം തിരിച്ചറിയുന്ന രൂപത്തിലുള്ള ഒരു പാരൻ്റായി നിങ്ങൾക്ക് മാറാൻ കഴിയും. ഉപ്പാക്ക് എന്തോ മാറ്റം വന്നിട്ടുണ്ട്, ഉമ്മാക്ക് എന്തോ മാറ്റം വന്നിട്ടുണ്ട് എന്ന രൂപത്തിലേക്ക് മക്കൾ ചിന്തിക്കുകയും അവർക്ക് ഫീൽ ചെയ്യുകയും ചെയ്യുന്ന രൂപത്തിലേക്ക് നിങ്ങൾക്ക് മാറാൻ ആഗ്രഹമുണ്ടെങ്കിൽ ലൈഫിൽ നിങ്ങൾ ഒരാഴ്ച ഒന്ന് ഇൻവെസ്റ്റ് ചെയ്ത് നോക്കൂ. മാറ്റം സുനിശ്ചിതമാണ്. ഈ വിഷയങ്ങൾ പ്രാക്ടീസ് ചെയ്തവർക്ക് തീർച്ചയായും മാറ്റത്തിൻ്റെ നാളുകൾ ഞങ്ങളിത് ഓഫർ ചെയ്യുന്നു. താങ്ക് യു. നന്ദി.